ഇലക്ഷൻ ചാനൽ വീണ്ടും തുടങ്ങുന്നു. 2001 പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിൽ പാർലമെന്റിൽ വീണ്ടും ആക്രമണമുണ്ടായതിന്റെ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല. ഡിസംബർ 13 പാർലമെന്റിന് നേർക്ക് ആക്രമണം നടത്തുമെന്ന ഖലിസ്ഥാൻ വിഘടനവാദികളുടെ ഭീഷണി നിലനിന്ന സമയത്ത് കൂടിയായിരുന്നു പാർലമെന്റ് മന്ദിരത്തിന്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും പരിഹസിച്ചുകൊണ്ട് ഈ ആക്രമണം ഉണ്ടായത്. എന്തുകൊണ്ട് ഇപ്പോഴും വിഷയം കൃത്യമായി സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് നടപടികൾ ഉണ്ടാകുന്നില്ല? ഇതെല്ലാം പ്രതിപക്ഷം ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്നു. പ്രതിപക്ഷം എന്നാൽ ഈ വിമർശനങ്ങളിലൂടെ വെറും രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP മറുപടി പറയുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ആക്രമണം ഏത് രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുക? ഇലക്ഷൻ ചാനൽ പരിശോധിക്കുന്നു. സ്വാഗതം. പാർലമെന്റ് ആക്രമണം രാഷ്ട്രീയ ആയുധമാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇലക്ഷൻ ചാനൽ തുടങ്ങുക തന്നെ ചെയ്യുന്നത്. പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുക മാത്രമാണ് എന്ന് അമിത്ഷാ അടക്കമുള്ളവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്കൊപ്പം മനു ഭരതും നമുക്കൊപ്പം ചേരുകയാണ്. മനു, വളരെ പ്രധാനമായിട്ടുള്ള വിഷയം എന്തുകൊണ്ട് ഇപ്പോഴും ഈ ഒരു മിനിറ്റ് വരെയും കൃത്യമായ രീതിയിൽ ഒരു ചർച്ച ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ്. പ്രതിപക്ഷം അങ്ങനെ ചോദിക്കുന്നതിൽ, കോൺഗ്രസ് അങ്ങനെ ചോദിക്കുന്നതിൽ കഴമ്പില്ലേ? അപ്പോഴും അമിത്ഷാ അടക്കം പറയുന്നത് ഇതിലൊരു രാഷ്ട്രീയം കളിക്കുകയാണ്, കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടും, സമിതി ഇതിൻ്റെ വീഴ്ചകൾ പരിശോധിക്കും, സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുമെന്നെല്ലാം പറയുമ്പോഴും ഈ മിനിറ്റ് വരെ ആ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള ചർച്ചകൾ ചെയ്യപ്പെട്ടോ എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അത് എത്രത്തോളം അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ചോദിക്കാതെ വയ്യ. അപ്പോൾ ഇതിൽ രാഷ്ട്രീയ ആയുധമാണോ എന്ന് ചോദിക്കുന്നിടത്ത് ഇതിൽ കൃത്യമായൊരു രാഷ്ട്രീയം ഇല്ലാതായി പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. പ്രതിപക്ഷം പറയുന്നതിൽ കഴമ്പില്ലേ? സ്വാഭാവികമായും വലിയൊരു വിഷയമായി ഇത് ഉയർന്നു വന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഇന്ത്യയുടെ സുരക്ഷ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വരുന്ന നമ്മൾ പറയുന്ന ഈ ബ്രെഡ് ബട്ടർ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നതിനപ്പുറത്ത് നമ്മുടെ രാജ്യം എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വാർ ഹീറോസ് എന്ന് വിളിക്കുന്ന സർക്കാരുകളെല്ലാം തന്നെ അതിൻ്റെ നേട്ടം അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് അവർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിലായിക്കോട്ടെ, ഇന്ദിരാഗാന്ധി അതിന് മുൻകൈ എടുത്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങളിലൊക്കെ ആ നേട്ടം കോൺഗ്രസ് സർക്കാരുകൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ അതേപോലെ തന്നെ പിന്നീട് തുടർന്ന് വന്നിട്ടുള്ള ഈ ആക്രമണങ്ങൾക്ക് എതിരെയുള്ള തിരിച്ചടികൾ, ഇപ്പോൾ നമ്മൾ പുൽവാമ സംഭവത്തിന് ശേഷം നമ്മളുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നതിനൊക്കെ വഴിവെച്ചു. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം മുംബൈ അറ്റാക്ക് തുടർന്നുണ്ടായ അന്നത്തെ മൻമോഹൻ സിംഗ് അതിന് വേണ്ട രീതിയിൽ ഒരു പരിഗണന നൽകിയില്ല എന്നതൊക്കെ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്വാഭാവികമായും ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഇന്ത്യൻ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി 2024 തെരഞ്ഞെടുപ്പിൽ ഇത് ഒരു പ്രധാന ചർച്ചാ വിഷയമാകും. ഇത് ഇവിടുന്ന് അങ്ങോട്ട് കുറെ കൂടി കർശനമായി മുന്നോട്ട് പോകുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് ഇതിനകത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച ചില നിലപാടുകൾ കൂടി ജനറലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു പോകണമെന്ന് തോന്നുമ്പോൾ BJP ഈ വിഷയത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. സംഭവത്തിന് ശേഷം വളരെ പെട്ടെന്ന് സഭാ നടപടികളിലേക്ക് പാർലമെന്റ് കടക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇതിനകത്ത് ഇത് വളരെ മൈൽഡായിട്ട് ചർച്ച ചെയ്യപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു വലിയ ഒരാക്കം ഇതിനെ കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം രാഷ്ട്രീയപരമായി കൂടി BJP ആദ്യ ദിവസം എടുത്തതായിരിക്കുമോ? അല്ല, സ്വാഭാവികമായും BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നിൽ കണ്ടുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അവരുടെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ അവർ പ്രധാനമായും ഈ നമ്മുടെ ക്രിമിനൽ ലോയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക, അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കാലാഹരണപ്പെട്ടിട്ടുള്ള നമ്മുടെ IPC, ഇന്ത്യൻ പീനൽ കോഡ്, അല്ലെങ്കിൽ CRPC, ഇതൊക്കെ 1800കളിലാണ് ഇതിൻ്റെ ആദ്യ രൂപം ഉണ്ടാകുന്നത്. ഇപ്പോൾ IPC ആണെങ്കിൽ 1860 CRPC പിന്നീട് അമെൻഡ് ചെയ്തു. എങ്കിലും അത് 1898 അതിൻ്റെ ഒരു അടിസ്ഥാന രൂപം ഉണ്ടാകുന്നത്. പിന്നെ 1973 നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിക്കോട്ടെ, അതും ഈ 1872 ഒക്കെ ഇത് ഇംഗ്ലീഷുകാരുടെ കാലഘട്ടത്തുണ്ടായിരുന്ന ചില നിയമസംഹിതകൾ, അതിൻ്റെ അടിസ്ഥാനം അതായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പിന്നെ നിയമസംഹിതകളും അതുപോലെ എവിഡൻസ് ആക്ടിന് പകരമായി ഭാരതീയ സാക്ഷ്യ എന്ന പേരിൽ ഒരു ബില്ലും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്കും അടുത്ത ഒരു ഘട്ടമെന്ന നിലയിൽ, ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ ഭാരതീയമായി അല്ലെങ്കിൽ ഇന്ത്യ എന്നത് കുറേ കൂടി അതിൻ്റെ തനതായ നിയമ സംവിധാനത്തിലേക്ക് പോകാൻ BJP സംവിധാനത്തിന് അല്ലെങ്കിൽ സർക്കാരുകൾക്ക്, NDA സർക്കാരിന് കഴിയുന്നു എന്നൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കൂടി വെച്ചിരുന്ന ഒരു സമയക്രമത്തിലാണ് അപ്രതീക്ഷിതമായ ഈ ആക്രമണം ഉണ്ടായത്. ഇതിനെ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത അധ്യായം എന്ന് കോൺഗ്രസ് പറയുന്നത് ശരി തന്നെയാണ്. കാരണം പാർലമെൻറ്റിനകത്ത് ഇങ്ങനെ ഒരിക്കലും ഒരു നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒന്നും നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ സ്വാഭാവികമായും അതൊരു സുരക്ഷാ വീഴ്ചയാണ്. ഇപ്പോൾ പല പിന്നെ പ്രതിപക്ഷത്തുള്ള ആളുകളും ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ പ്രധാനമന്ത്രി വരേണ്ട സ്ഥലമാണ്, അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ വരേണ്ട സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് ആർക്കും ഇങ്ങനെ കടന്നു ചെല്ലാൻ കഴിയും എന്നത് ഒരു ഭയപ്പെടുത്തുന്നൊരു വിഷയം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു വിഷയം BJPക്ക് ഒരു രാഷ്ട്രീയമായി നേരിടേണ്ട വിഷയമായി ഒരു വശത്ത് ഉയരുന്നു. ഇനി രണ്ടാമത്തത് വരും ദിവസങ്ങളിൽ ആളുകൾക്കിടയിൽ എനിക്ക് തോന്നുന്നത് അത് ഇപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഈ ആക്രമണത്തിൻ്റെ ഭാഗമായും കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ പിന്നിൽ ആരുണ്ട് എന്നൊക്കെ അറിയാനൊക്കെ ഉള്ള ചില കാത്തിരിപ്പുകളാണ്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഭീകരവാദ ബന്ധമുണ്ടോ എന്നുള്ള ഒരു പോലീസ് അസംഷനൊക്കെ ഇതിനകത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇത് കാണേണ്ടത് ചെറിയ തലത്തിലല്ല, ഇത് കാണേണ്ടത് വലിയ തലത്തിലാണ്. ചർച്ചകൾ നടക്കേണ്ടത് ചെറിയ തലത്തിലല്ല, വലിയ തലത്തിലാണ്. അപ്പോഴും BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന്, BJP മന്ത്രി തലത്തിൽ നിന്നെല്ലാം ഉയരുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമുക്കറിയാം പല നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞ വാക്കുകളുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും സർക്കാർ കൃത്യമായി ചെയ്യുകയാണ്, ഇതിൽ അന്വേഷണം നടക്കട്ടെ, അതുവരെ പ്രതിപക്ഷം കൃത്യമായി പെരുമാറണം. പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ഒരു ബഹളം എന്ന രീതിയിലേക്ക് അതിനെ ലഘൂകരിച്ചു കാണാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് BJP? പ്രഹ്ലാദ് ജോഷി പ്രധാനമായി പറഞ്ഞത് ഈ കെട്ടിടമൊക്കെ സ്പീക്കറുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീക്കർ അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്പീക്കറുടെ നിയമങ്ങൾ അല്ലെങ്കിൽ സ്പീക്കർ എന്ത് നിർദ്ദേശം നൽകുന്നു അത് പാലിക്കാൻ സഭയിലെ അംഗങ്ങൾ അത് തയ്യാറാകുന്നു. ഒപ്പം ഇത് കോടതിയും സർക്കാരും പിന്നെ കോടതിയും പോലീസും ഒക്കെ ഈ വിഷയത്തിൽ അവരുടേതായ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ നടപടിക്രമങ്ങൾ വരട്ടെ എന്നതാണ്. പക്ഷേ പ്രതിപക്ഷം അതുകൊണ്ടൊന്നും തൃപ്തരാകുന്നില്ല. അവർ ഉന്നയിക്കുന്നൊരാവശ്യം അമിത്ഷാ ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ ഒരു പ്രതികരണം ഉണ്ടായത്. ഓക്കെ, ഞാൻ പ്രഹ്ലാദ് ജോഷിയുടെ പ്രതികരണത്തിലേക്ക് പോയ ശേഷം നമുക്ക് തിരിച്ചു വരാം. പ്രഹ്ലാദ് ജോഷിയുടെ വാക്കുകളിലേക്ക്. ये स्पीकर के अधीन आता है, स्पीकर के कार्यक्षेत्र में आता है. स्पीकर साहब ने जो कुछ भी आदेश दिया सर्वदलीय बैठक बुला के, वो आदेश सरकार इन लेटर एंड स्पिरिट हम फॉलो कर रहे हैं. तो इसके बावजूद भी अभी कोर्ट में भी है मामला और जांच चल रहे हैं, उच्च स्तरीय जांच चल रहे हैं, हाई लेवल इंक्वायरी इज गोइंग ऑन. इसके ये सब चलते हुए इस बीच में हम सदन चलाने न देंगे. इनका स्टेटमेंट है क्या? ये सेंसिटिव मामला है. दे शुड अंडरस्टैंड इट, दे शुड बिहेव रिस्पॉन्सिबली. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട് മന്ത്രിമാർ. പക്ഷെ ആ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു വിഷയമാണ്. പ്രഹ്ലാദ് ജോഷിയുടെ പരാമർശം നമ്മൾ കേട്ടു. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് മനീഷ് തിവാരി തന്നെ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് ഒരു പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ടെങ്കിൽ തന്നെ ആ രാഷ്ട്രീയം വളരെ കൃത്യമായ രീതിയിൽ വളരെ ഷാർപ്പായിക്കൊണ്ട് ചോദ്യം ഉന്നയിക്കാൻ സർക്കാരിന് ഈ വിഷയത്തിനകത്ത് വീഴ്ച സംബന്ധിച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ്. സർക്കാരിനെ ഒരു പ്രതിക്കൂട്ടിലാക്കുകയോ അല്ലെങ്കിൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന രീതിയിലേക്കോ ഷാർപ്പായി ഈ വിഷയം ഏറ്റെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് ഇതൊരു സർക്കാരിൻ്റെ ഒരു വീഴ്ചയായിട്ടാണ് പ്രധാനമായും ഈ വിഷയത്തെ അവർ ഉയർത്തിക്കാണിക്കുന്നത്. ഇത് സുരക്ഷയെക്കുറിച്ച് വലിയ
വാചോടൊപ്പം നടത്തുന്ന BJPക്ക് സ്വന്തം പാർലമെൻറ്റോ അവിടെ ഇരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട വ്യക്തികളെയോ പോലും സംരക്ഷിക്കാനുള്ള കഴിവില്ല എന്ന ഒരു വിമർശനമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ ഈ പ്രതികളുടെ ഒരു അഭിഭാഷകൻ ഇപ്പോൾ അയാളുടെ ഒരു പ്രസ്താവനയുമായി വന്നിട്ടുണ്ട്. അസിം സരോദ് എന്ന ഈ അഭിഭാഷകൻ പറയുന്നത് ഇവർക്ക് പുറത്തുള്ള ഏജൻസികളുമായോ അതുപോലെ NGOകളുമായോ വിദേശ ശക്തികളുമായോ ഏതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികളുമായോ ഒന്നും ബന്ധമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ താൻ ഈ കേസിൽ നിന്ന് പിൻവാങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമോൽ ഷിൻഡെയുടെ ഈ അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് ഒരു തൊഴിലില്ലായ്മയും അത്തരം വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണ് എന്ന തരത്തിലാണ് അവരതിനെ ഒരു പ്രതിഷേധം എന്ന തരത്തിലേക്കാണ് പ്രതികളുടെ അഭിഭാഷകൻ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഏതായാലും ഇത് ഇപ്പോൾ UAPA ഒക്കെ ചുമത്തിയിട്ടുണ്ട്. കേസിൻ്റെ മറ്റ് പ്രധാന വകുപ്പുകൾ UAPA ഉൾപ്പെടെ ചുമത്തി അന്വേഷണം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ആരംഭം കഴിയുമ്പോൾ രണ്ടാമത് ഇത് ഏതു തരത്തിലുള്ള ആളുകൾ ഇത് പൊതുവേ സാധാരണക്കാരായ യുവാക്കൾക്കിടയിൽ വരുന്ന ഒരു അതൃപ്തിയുടെ തുടക്കമാണോ എന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് വിദ്യാസമ്പന്നരായ ആളുകൾ നടത്തുന്ന ഒരു പ്രതികരണമാണ് എന്ന തരത്തിൽ വന്നേക്കാം. അതല്ലെങ്കിൽ ഇത് ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഒരു 4-5 യുവാക്കൾ സംഘടിച്ച് ചേർന്ന് പാർലമെൻറ്റിൽ ചെന്ന് എന്നാൽ ഇവിടെ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി പ്രശ്നപരിഹാരമാക്കാൻ കഴിയും എന്നത് നമുക്കങ്ങനെ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല. ഇവർക്ക് പുറകിൽ ആരൊക്കെ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ കർത്തവ്യപഥത്തിലെ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അവിടെ നാട് മുഴുവൻ അയാൾക്കായി തിരച്ചിൽ നടത്തുമ്പോൾ വളരെ സുഗമമായി അവിടെ ചെന്ന് കീഴടങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ കുറേ കൂടി ഗൗരവതരമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അത് എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ വലിയ തിളക്കമാർന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചെറിയ പ്രതിസന്ധി. രണ്ട് തലത്തിൽ ഞാൻ ഇതിനെ കാണുകയാണ്. ഇന്നിപ്പം IFFKയുടെ സമാപന വേദിയിൽ വെച്ചിട്ട് നടൻ പ്രകാശ് രാജ് പറയുകയുണ്ടായി, ഈ വിഷയം എന്തുകൊണ്ട് ഈ ആക്രമണം ഉണ്ടായി എന്നുള്ള വിഷയം, ഇവർ ഉയർത്തിപ്പിടിച്ച വിഷയം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളത്. അതിപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന നമ്മുടെ ഫോക്കസ് തന്നെ ഈ വിഷയം രാഷ്ട്രീയ ആയുധമാണോ? അല്ല, അതും രാഷ്ട്രീയമായുധമാണ്. പക്ഷേ അതാ ഈ രണ്ടാമത്തെ ഒരു തലത്തെ കുറിച്ചിട്ട് ഒരുപക്ഷെ ഇടതുപക്ഷ ബെൽറ്റുകൾ പോലും ആ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കുന്നില്ല. കാരണം ഇതിന്റെ പുറകിൽ ആരാണ്? ഇപ്പൊ ഭഗത് സിംഗ് ഫാൻസാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ചാടിക്കേറി ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇവരാരാണ് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രമില്ല. ഇവർക്ക് അംഗീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ല. അപ്പോൾ എന്നാൽ ഇവർ പെട്ടെന്ന് ഇങ്ങനെ 4 പേർ ചേർന്ന് വളരെ ആകസ്മികമായി റോട്ടിൽ നടത്തിയ ഒരു പ്രതിഷേധമല്ല, വളരെ പ്ലാൻ ചെയ്ത് കൃത്യമായി പാർലമെൻറ്റിൻ്റെ അകത്ത് നടത്തണമെന്ന് ധരിക്കുന്നു. അതിന് അകത്ത് 2 ആളിരിക്കുന്നു, പുറത്തിരിക്കുന്നു. അതുപോലെ ഫോണുകൾ നേരത്തെ കൂട്ടി എടുത്തു വെച്ച് നശിപ്പിക്കുന്നു, ആ തെളിവുകൾ നശിപ്പിക്കുന്നു. അങ്ങനെ വലിയ പ്ലാൻഡായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ പിന്നിലെ ആസൂത്രണം എന്നതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ കാത്തിരിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും അവർ ഈ വിഷയം ചർച്ചയിലേക്ക് വരും. ആ രീതിയിലേക്ക് ചർച്ച പോകുന്നുണ്ടോ എന്നുള്ളത് കൂടുതൽ ചർച്ചകൾ നടന്നാൽ മാത്രമല്ലേ ആ രീതിയിലേക്കുള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അടുത്തെങ്കിലും എത്തുകയുള്ളൂ എന്നൊരു ചോദ്യവും പ്രതിപക്ഷം ഇതിനിടെ ചോദിച്ചു പോകുന്നുണ്ട്. രാജ്യസഭയിൽ എന്ത് നടന്നു എന്ന് നോക്കാം. ശിവസേന MP പ്രിയങ്ക ചതുർവേദി റൂൾ 267 പ്രകാരം ചർച്ച ആവശ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ ജഗ്ദീപ് ധൻഖറിനോട് ഇതേ 267 പ്രകാരം ഒരു ഡിസ്കഷൻ അലോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയില്ല. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിനകത്ത് ചോദിക്കുന്നത് തുറന്ന ചർച്ച നടത്തൂ എന്നുള്ളത് തന്നെയാണ്. അത് ഇപ്പോൾ രാജ്യസഭയിൽ സ്വാഭാവികമായും അടിയന്തര പ്രമേയത്തിന് പകരമായി വരുന്നതാണ് ഈ റൂൾ 267. മറ്റേ ലോക്സഭയിൽ അവർ അഡ്ജർമെന്റ് മോഷൻ തന്നെയാണ്, നോട്ടീസാണ്. ഏതായാലും പക്ഷേ അത് സംബന്ധിച്ച് മറ്റ് വിഷയങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ചോദ്യോത്തരവേളയ്ക്ക് പകരം അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള വളരെ ശക്തമായ ആവശ്യം ഇരു സഭകളിലും ഉന്നയിച്ചു. ഇപ്പം നമ്മുടെ ജിബി മേത്രും ഇതുപോലെ ഒരു 267 അനുസരിച്ച് ഒരു നോട്ടീസ് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും ഇതൊരു വലിയ വിഷയമായി ചർച്ച ചെയ്യണം, ഇത് അടിയന്തര പ്രാധാന്യമുള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ BJP കുറേ കൂടി അത് പുറകോട്ട് നിൽക്കുന്നൊരു സമീപനമാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് 2 തവണ പാർലമെന്റിൽ വലിയ രീതിയിലുള്ള ബഹളമുണ്ടായി. സഭകളിലെല്ലാം പ്രതിപക്ഷ ബഹളമാണ്
ഉണ്ടായത് ഇന്ന് ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം ഉണ്ടായ ഒരു കാഴ്ച കൂടിയാണ്. പ്രതിപക്ഷം ഇതിനകത്ത് ആവശ്യപ്പെടുന്നത് പ്രധാനമായിട്ടും അത് BJP MP മൈസൂർ MP പ്രതാപ് സിംഹനെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ള വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ പാസ് ഉപയോഗിച്ചുകൊണ്ടുകൂടിയാണ് പ്രതികളിൽ ഒരാൾ പാർലമെൻറ്റിനകത്ത് കയറിപ്പറ്റിയതെന്നുള്ളത്. ഇതൊരു ആ ഒരു നടപടിയിൽ ഉണ്ടാകുന്ന ഒരു തണുത്ത സമീപനം അത് ഈ രീതിയിലല്ല ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇതിൽ കൂടുതലാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളൊരു ചോദ്യമല്ലേ ഉയരേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് സ്വാഭാവികമായും നമുക്കൊക്കെ അറിയാലോ. ഇപ്പം നമ്മൾ നിയമസഭയിലും അതുപോലെ പാർലമെൻറ്റിലുമൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ അതവിടെ നമുക്ക് കടക്കാനായിട്ട് വരുമ്പോൾ വലിയ അതിന് നേരത്തെ തന്നെ പിന്നെ പാസ് എടുക്കണം. മാധ്യമപ്രവർത്തകർക്ക് പോലും വലിയ കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. പാർലമെൻറ്റിലാണെങ്കിൽ PIP പാസുകൾ ഉള്ളവരെയാണ് പ്രധാനമായി ഇതിനൊക്കെ പരിഗണിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗങ്ങളുടെ കത്ത് വേണം. ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഇതിനകത്ത് വളരെ കൃത്യമായി കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ പാർലമെൻറ്റിൽ പോയിട്ട് നിയമസഭയിൽ പോലും വളരെ ശക്തമായ നിലപാടുകളാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് നിയമസഭ കാണിക്കാം എന്ന് ധരിച്ചാൽ ആദ്യം ഒരു MLA കത്ത് വേണം, പിന്നെ അവരെ ഒരു പോലീസ് എസ്കോർട്ട് ചെയ്യും. അവിടെ പോയാൽ കുട്ടികളെ അങ്ങോട്ട് കയറ്റിവിടില്ല. അവർ എന്തെങ്കിലും ചെറിയ നീക്കമുണ്ടായാൽ അപ്പം തന്നെ പോലീസ് ഓടിയെത്തും. അങ്ങനെ വലിയ സുരക്ഷ നിയമസഭകളിൽ പോലും ഉണ്ട്. അപ്പോൾ പാർലമെൻറ്റിലും സ്വാഭാവികമായും ഇങ്ങനെ ഒരു കാൻസ്റ്ററുമൊക്കെ ആയ ആളുകൾ അതിനകത്തേക്ക് കടക്കുന്നു എന്നത് ഒരു വീഴ്ച തന്നെയാണ് സ്വാഭാവികമായും. അപ്പോൾ പ്രതാപ സിംഹനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു വോട്ടറുടെ മകൻ വരുന്നു, തനിക്ക് ഇങ്ങനെ ഇത് കാണണം, പാർലമെൻറ്റ് കാണണം. പ്രത്യേകിച്ച് പാർലമെൻറ്റ് ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുന്നു. അത് കാണാനുള്ള കൗതുകമുള്ള ആളുകൾ ധാരാളം ഉണ്ട് താനും. പലരും അങ്ങോട്ടേക്ക് വരികയും നടപടികൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്ന നിലയിലായിരിക്കാം ഈ പ്രതാപ സിംഹൻ ഇത് സമ്മതിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് ഇത്തരം ഒരു നീക്കത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ ഒരു ടൂളായി ഉപയോഗിച്ചു എന്നത് ശരിയാണ്. രസകരമായിട്ടുള്ള ഒരു വാർത്ത വരുന്നത്, അദ്ദേഹം ഈ ജ്യോതിഷ പ്രകാരം അദ്ദേഹത്തിന്റെ പേരിന്റെ സ്പെല്ലിംഗ് മാറ്റി. 2024 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഹാട്രിക് അടിക്കണം എന്ന് ഏതോ ജ്യോതിഷി പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പേരിന്റെ സ്പെല്ലിംഗ് മാറ്റി, ഈയിടെ മാറ്റുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ഇങ്ങനെ ഒരു പുകിലിൽ അദ്ദേഹം ചെന്നുപെട്ടു എന്നുള്ള ഒരു വലിയ വാർത്തയൊക്കെ ഇതിനകത്തൊപ്പം വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും നമുക്ക് ഇനിയുള്ള പ്രതികരണങ്ങൾ കൂടെ പോകണം. ഇത് ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കോൺഗ്രസ് പറയുന്ന പ്രതികരണങ്ങൾ കൂടെ. എന്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയ്ക്ക് മുന്നിൽ പ്രസ്താവന നടത്തുന്നില്ല എന്നാണ് പ്രമോദ് തിവാരി കോൺഗ്രസ് MP ചോദിച്ചത്. സഭയെ അവഹേളിക്കുകയാണ് ഇത്. അതായത് പ്രതിഷേധിക്കുന്നവരെല്ലാം സസ്പെൻഡ് ചെയ്യാൻ യാതൊരു മടിയുമില്ല BJPക്ക്, പക്ഷെ പാസ് നൽകിയ MPക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് പ്രമോദ് തിവാരി പറയുന്നു. പ്രമോദ് തിവാരിയുടെ വാക്കുകൾ കേട്ട ശേഷം. फिर एक मर्यादा, एक परंपरा होती है कि इतना बड़ा कांड हुआ, देश ही नहीं विदेशों तक लोग में हिल गए और माननीय हमारे गृह मंत्री जी निजी चैनल आज तक में जाके तो अपनी बात कह सकते हैं, पर जिस सदन के प्रति वो उत्तरदायी हैं उस सदन के प्रति वो एक जुबान भी नहीं खोलेंगे. അതായത് നമ്മൾ പറഞ്ഞു വന്നത് പ്രതാപ് സിംഹനെതിരെ നടപടി ആവശ്യമാണ് പ്രതിപക്ഷം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. വൊക്കലിംഗ സമുദായത്തിന് വലിയ പിന്തുണയുള്ള ഒരു MP കൂടിയാണ് അദ്ദേഹം. പറഞ്ഞ പോലെ തന്നെ രണ്ട് തവണ ജയിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു കോളമിസ്റ്റ് കൂടിയാണ്. അതൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളൊരു ലേബൽ കൂടി ഉള്ള ഒരു സ്വാഭാവികമായി അദ്ദേഹം ആ ഒരു ഇതിനൊരു പക്ഷേ ഈ ഗൗരവം കൊടുത്തിരിക്കില്ല. ഇനി MPമാരെല്ലാം കുറെ കൂടി ഗൗരവത്തോടെ ഇവിടെയും നമ്മളിപ്പോൾ MLA ഒക്കെ ആരെങ്കിലും സമീപിച്ചാൽ അവരുടെ മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടറാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊരു അക്രമം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുകയില്ല. അതായിരിക്കാം അത് കൊടുക്കാനുള്ളൊരു കാരണം. എന്തായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തായിരുന്നു, ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രതിഷേധമാണോ, അതോ ഇതിനൊക്കെ പുറത്ത് എത്ര പേരുണ്ട്, ഇത് ഒരു ചെറിയ സംഘമാണോ, 6 പേര് മാത്രം ഇൻവോൾവ് ചെയ്ത ഒരു സംവിധാനമാണോ, അതോ കൂടുതൽ ആളുകളുണ്ടോ എന്നൊക്കെ വിഷം ഒക്കെ വരും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറക്കുക എന്നതാണ് ഏറ്റവും നിർണായകം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് ആയിക്കോട്ടെ, കാർഗിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയതിന് രാജ്യം തിരിച്ച് അവരെ തുരത്തി ഓടിച്ച സംഭവമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മുംബൈയിലുണ്ടായ ആക്രമണമായിരിക്കോട്ടെ,
ഇതൊക്കെ എല്ലാ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ ചർച്ചാ വിഷയം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇത് ഇവിടം കൊണ്ട് പെട്ടെന്ന് അവസാനിക്കും എന്ന് നമുക്ക് ഒരിക്കലും കരുതാനാകില്ല. ഇത് വരും ദിവസങ്ങളിലും വലിയ തോതിൽ ഒരു വിഷയമായി ഉയർത്തും. ഇതിനെ സംബന്ധിച്ച് പല പ്രാദേശിക തലത്തിലുള്ള പാർട്ടികളുടെ പ്രതികരണങ്ങൾ കൂടി പലതരത്തിൽ വരുന്നു. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ശിവസേന എന്തു പറയുന്നു? കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതിലെ രാഷ്ട്രീയം, ഇതിനകത്ത് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം കലർത്തരുത് എന്ന് BJP പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, അത് നിങ്ങൾ രാജ്യത്തെ അറിയിക്കൂ എന്നാണ് ശിവസേന MP സഞ്ജയ് റൌട്ട് പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തന്നെ പറയുന്നു. ഇത് ലോക്സഭയിലും രാജ്യസഭയിലും MP-മാർ ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് എന്താണ് ഇതിനകത്തുള്ള രാഷ്ട്രീയം? ആ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാക്കണം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കണമെന്ന് സഞ്ജയ് റൌട്ട് പറഞ്ഞ വാക്കുകളിലേക്ക് കൂടി പോയ ശേഷം लोकसभा और राज्यसभा में जो हम सांसद हैं वो इस बारे में चर्चा करना चाहते हैं। उसमें राजनीति क्या है भाई? और आपने जो आपके विरोधी सांसद है उनको निलंबित कर दिया, लेकिन आपके पार्टी के जो सांसद है जिसकी सिफारिश से ये सब लोग अंदर आ गए, उसके बारे में कोई एक्शन नहीं है। अपनी पुलिस को निलंबित किया, अपने सुरक्षा कर्मियों को निलंबित किया, अपने सांसदों को निलंबित किया, लेकिन आपका सांसद तो वहाँ खुशहाल बैठा है। तो ये राजनीति हम नहीं कर रहे, राजनीति आपकी तरफ से हो रही है। എന്നാൽ ഇത് രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള സമയമല്ല എന്ന് BJD MP അമർ പട്നായിക് പറയുന്നത്. ഇന്ത്യ ഒന്നാണെന്നൊരു സന്ദേശം കൊടുക്കേണ്ട സമയമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ഒന്നായിട്ട് നിൽക്കണം. പാർലമെന്റിന് നേരെ, ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു ആക്രമണവും ആരും. അമർ പട്നായിക് നമ്മുടെ ഇവിടുത്തെ ഓഡിറ്റർ ജനറലായിരുന്നു. അദ്ദേഹം ഇവിടെ നമ്മുടെ കേരളത്തിലാണ് അദ്ദേഹം IRS ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് അദ്ദേഹം കൊൽക്കത്തയിലേക്ക് അവിടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി പോയി. പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒറീസയിൽ നിന്ന് പിന്നെ BJDയുടെ പ്രതിനിധിയായി അദ്ദേഹം പാർലമെന്റിലെത്തി. അദ്ദേഹം നടത്തിയ പ്രതികരണം കേൾക്കാം. As I said, I think this is not the time to do politics. This is the time to get all the parties should work together to ensure that the sanctity of the temple of democracy, sanctity of parliament is protected, and by that democracy in India would also get protected. എല്ലാ പ്രാദേശിക പാർട്ടികളും കൃത്യമായ നിലപാടുമായി പുറത്തു വന്നിട്ടുണ്ട്. DMK-യുടെ നിലപാട് കനിമൊഴി പറയുന്നത്, അതായത് നേരത്തെ മനു ഭരത് പറഞ്ഞത് തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്റ് മന്ദിരത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത BJP എങ്ങനെയാണ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് ആവർത്തിച്ച് പറയാൻ BJP-ക്ക് കഴിയുക? പ്രധാനമന്ത്രിക്ക് ഒരുപക്ഷെ പ്രധാനമന്ത്രി അകത്തുണ്ടാകാമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പാർലമെന്റിനെ സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പറയുന്നത് എന്ന് പറയുന്നു. എന്ത് സംഭവിച്ചാലും സർക്കാരായിരിക്കും ഉത്തരവാദി എന്നും കനിമൊഴി ആവർത്തിച്ചിരിക്കുന്നു. BJP has been repeatedly saying that they are the only ones who can protect this country. They can't even protect the parliament. The prime minister could have been there inside the parliament. They couldn't protect their own prime minister. And then they are saying we are politicizing the issue. Yes, the speaker might be responsible, but then the country and the government is to be held accountable for whatever happens. Any breach of security in the country, they are to be held responsible. And we are not demanding anything else. We are just expecting a statement from the Prime Minister or the Home Minister to come to Parliament and tell us what happened and tell us what is going on. Even that. ഇവിടെ BJP-ക്ക് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP അവരുടെ ഈ സുപ്രധാനമായ ബില്ലുകൾ ഇപ്പോൾ നേരത്തെ അവതരിപ്പിച്ച ബില്ലുകൾ തന്നെയാണ്. പക്ഷേ ബ്രിജ്ലാൽ എന്ന BJP MP അധ്യക്ഷനായി ഈ സമിതി നമ്മുടെ ഈ ക്രിമിനൽ ലോയെ സംബന്ധിച്ചുള്ള ബില്ലുകളൊക്കെ വീണ്ടും അതിൽ ചില മാറ്റങ്ങൾ വേണം എന്ന നിർദ്ദേശമൊക്കെ നൽകുകയും അതിനുശേഷം ആ ബില്ലുകൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് ചർച്ചയ്ക്കെടുക്കുകയും ആ ബില്ലുകൾ പാസ്സാക്കി കിട്ടാനൊക്കെയുള്ള നിയമ നടപടികൾ തുടങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ക്രിമിനൽ ലോയെ സംബന്ധിച്ച് ഒട്ടനവധി മാറ്റങ്ങൾ ആ ബില്ലുകളിൽ, പ്രത്യേകിച്ച് ഈ ഹാൻഡ് കഫുകളെ കുറിച്ച്, മേഴ്സി പെറ്റീഷനെ കുറിച്ച്, അല്ലെങ്കിൽ ആളുകൾ ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിനെ കുറിച്ച്, പ്രിവെന്റീവ് ഡിറ്റൻഷനെ കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള 21ഓളം ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് പരിഗണിച്ചു.
പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിൽ ഈ ഏറ്റവും പ്രത്യേകിച്ച് ഈ ക്രിമിനൽ ലോസിനെ സംബന്ധിച്ചുള്ള ഈ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബില്ലുകളാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്ര നേട്ടമാണ് എന്ന തരത്തിൽ അവർ അവകാശപ്പെടുന്ന ഒരു ബില്ലാണ്. അതുകൂടാതെ പോസ്റ്റ് ഓഫീസ് ബില്ലും അങ്ങനെയൊക്കെയുള്ള പിന്നെ MP-മാരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില പ്രൈവറ്റ് ബില്ലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, അതെല്ലാം പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി ഈ വിഷയം വന്നത്. ഏതായാലും ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ഇത്തരം ഇപ്പോൾ ഈ നിയമ സംവിധാനത്തിലെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ ഒരു BJP അറ്റ്മോസ്ഫിയർ പൊളിറ്റിക്കൽ ആയി ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാക്കും എന്ന് വിശ്വസിക്കുന്നിടത്താണ് വളരെ വ്യത്യസ്തമായ ഒരു നടപടി ഉണ്ടായത്. അതാണ് നമ്മൾ ലോക്സഭ പരിഗണിക്കേണ്ട ബില്ലുകളും ഒപ്പം രാജ്യസഭ പരിഗണിക്കുന്ന ബില്ലുകളും കൂടെ. അംഗങ്ങളുടെ പ്രൈവറ്റ് ബില്ലാണ് രാജ്യസഭ പരിഗണിക്കാൻ ഇരിക്കുന്നത്. അങ്ങനെ മൊത്തം 21 ബില്ലുകൾ ഇത്തവണ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ വളരെ പ്രധാനപ്പെട്ട മനോഹരൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ പരിഗണിക്കാനിരിക്കുന്ന, ചർച്ച ചെയ്യപ്പെടാനിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അതെ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് തിങ്കളാഴ്ച വീണ്ടും പാർലമെന്റ് ചേർന്നാൽ ഇതേ ബഹളം തുടരുമോ എന്ന സംശയമുണ്ട്. കാരണം ഇപ്പോൾ സ്പീക്കറും ഒക്കെ അതുപോലെ ജഗദീപ് ധൻഖറും ഒക്കെ ആളുകളെ അല്ലെങ്കിൽ സഭയിലെ രാഷ്ട്രീയ നേതാക്കളെ ഒക്കെ പാർട്ടി നേതാക്കളെയൊക്കെ വിളിച്ച് ഒരു ചർച്ച നടത്തി രമ്യമായി സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു. അവർ കുറേ കൂടി ശക്തരായി തന്നെ ഇപ്പോൾ സോണിയാഗാന്ധി ഇപ്പോൾ ഗാന്ധീസ് പ്രതിമയ്ക്ക് സമീപം അവിടെ പ്രതിഷേധിക്കുന്ന പിന്നെ നമ്മുടെ MP-മാരെ കാണാനും അവരെ നേരിട്ട് അഭിവാദ്യം ചെയ്യാനും ഒക്കെ എത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ പ്രതിഷേധം ശക്തമാകും എന്ന ഒരു ഭയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് പാർലമെന്റിന്റെ തുടർ നടപടികളെ ഒരുപക്ഷെ വലിയ തോതിൽ തടസ്സപ്പെടുത്തിയേക്കാം. ഓക്കെ, അതായത് നമുക്ക് ഇനി അടുത്ത BJP പാർലമെന്റ് പാർട്ടി യോഗം അടക്കം ചേരുന്നുണ്ട്. എന്ത് നടപടികളിലേക്കെല്ലാം കടക്കുന്നു ഒരു വശത്ത്, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള സംസ്ഥാനങ്ങളിൽ അധികാരമേറ്റിരിക്കുന്ന വിവരങ്ങൾ കൂടി ഉള്ള കാര്യങ്ങളുണ്ട്. എല്ലായിടത്തും അരാജ്യതന്ത്ര നടപടികൾ പുരോഗമിക്കുന്ന ഒരു കാഴ്ച കൂടി. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. BJP പാർലമെന്ററി പാർട്ടി യോഗം ഏതായാലും ഡിസംബർ 19 പാർലമെന്റ് ലൈബ്രറി മന്ദിരത്തിൽ ചേരുകയാണ്. നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ഒപ്പം യൂണിയൻ മിനിസ്റ്റർ അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ, ഒപ്പം BJP MP-മാരെല്ലാം പങ്കെടുക്കുന്ന യോഗം തന്നെയാണ്. അതായത് പ്രതിപക്ഷം BJPക്കെതിരെ വലിയ പ്രധാന വിഷയമായിട്ട് പാർലമെന്റ് ആക്രമണം ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. അത് പ്രധാന ചർച്ചയായി അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു പാർലമെന്റ് സുഗമമായി മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നതിനും ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനൊക്കെയുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കൂടിയാലോചനകൾ നടക്കുന്നു. പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നതോടുകൂടി ഇനി എങ്ങനെ തുടർ നീക്കം സഭയിൽ ഉണ്ടാകണമെന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആലോചനകൾ ഉണ്ടാകും. ഏതായാലും ഈ ഒരു ക്രൈസിസിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി ആണ് BJP വളരെ ശക്തമായി ആലോചിക്കുന്നത്. അതിനൊക്കെയുള്ള ഒരു നീക്കങ്ങളാണ് പൊതുവെ നടന്നു വരുന്നത്. എന്നാൽ അതേസമയം പ്രതിപക്ഷം ഇത് കൂടുതൽ കടുപ്പിക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. കാരണം ഇതിൽ എന്താണ് നിലപാടെടുക്കുന്നത്? കാരണം ഇത് മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ഈ വിഷയത്തിൽ ഒരു മറുപടി നടത്തണം, മറുപടി പ്രസംഗം നടത്തണം, അല്ലെങ്കിൽ പ്രസ്താവന പാർലമെൻറ്റിൽ നടത്തണം എന്നാണ് ഇരു സഭകളുടെയും ഒരാവശ്യം. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയത്തിൽ കൂടി കടുപ്പം ഉള്ള നിലപാട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് കുറച്ച് സമയം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് അടുത്ത ദിവസങ്ങളിൽ കൂടി പാർലമെൻറ്റ് സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇപ്പോൾ ഇന്ന് സംഭവിച്ചതുപോലെ ബഹളത്തെ തുടർന്ന് സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും അടുത്ത അനന്തര നടപടികളെക്കുറിച്ചും ഒക്കെ BJP ആലോചിക്കും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളും ഇപ്പോൾ തന്നെ ആരംഭിച്ചിരുന്നു. അതെ, BJP ആ നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് ഇത് ചെയ്യുന്നു. സോണിയാഗാന്ധി ഇന്ന് പാർലമെന്റ് മകരദ്വാറിൽ പോയിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാരെ കാണുകയാണ് ഉണ്ടായത്. 14ഓളം MP-മാർ, 13 MP-മാർ ലോക്സഭയിൽ നിന്ന്, ഒരാൾ രാജ്യസഭയിൽ നിന്ന്. കേരളത്തിൽ നിന്ന് അടക്കമുള്ള MP-മാർ അടക്കം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സോണിയാഗാന്ധി നേരിട്ടെത്തി MP-മാരെ അഭിവാദ്യം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ, കോൺഗ്രസ് നടത്തുന്ന പ്രതികരണങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി എങ്ങനെയാണ്? സ്വാഭാവികമായും കോൺഗ്രസ് വളരെ ശക്തമായ
ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെയാണ് ഈ വിഷയം ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ ഈ കേരളത്തിലെ എം പിമാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധം അവർക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യും. പക്ഷേ ദേശവ്യാപകമായുള്ളൊരു കോൺഗ്രസ്സിനത് എന്ത് നേട്ടമുണ്ടാക്കും എന്ന കാര്യത്തിൽ അത് പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും കേരളത്തിലെ എം പിമാരെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരെ അവർ ശക്തമായൊരു പ്രതിഷേധം നടത്തിയെന്ന് സാധാരണ ഇപ്പോൾ CPM ഇവിടെ ആരോപിക്കുന്നൊരു വലിയ കാര്യം, ഇവിടുത്തെ എം പിമാർ കേന്ദ്രത്തിൽ അവിടെ സർക്കാരിനെതിരെ കാര്യമായ ഒരു പ്രതിഷേധം നടത്തുന്നില്ല, അല്ലെങ്കിൽ അവരവിടെ മൗനം പാലിക്കുന്നു എന്നൊക്കെയുള്ളൊരു ആരോപണമാണ് പൊതുയോഗങ്ങളിൽ പലപ്പോഴും ഉന്നയിക്കുന്നത്. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 19 പേരും അവിടെ കാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിൽ. അപ്പോൾ സ്വാഭാവികമായി ഈ ഒരു പ്രതിഷേധം അതിനൊരു മറുപടി എന്ന നിലയിലൊക്കെ ആകും. ഏതായാലും തിങ്കളാഴ്ച 11 മണിക്ക് ഈ സഭ വീണ്ടും ചേരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കി ചിത്രം കൂടി. അതാണ് ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ചേരുകയാണ്. ഇനി നമുക്ക് ആ ഒരു ചിത്രം ഏകദേശം വ്യക്തമായി വരുന്നു. പക്ഷേ ഏത് രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടക്കും പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ളത് കണ്ടറിയാനിരിക്കുന്നു. നേരത്തെ മനോഭരത് പറഞ്ഞ പോലെ അത് ഉറ്റുനോക്കുകയാണ്. ഇവിടെ പാർലമെന്റിനകത്ത് ഈ വിഷയങ്ങളൊക്കെ സജീവമായി നടക്കുമ്പോഴും BJP പുറത്ത് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് അവർ അധികാരത്തിൽ വന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ. അപ്പം ഇന്നിപ്പോൾ മധ്യപ്രദേശും അതുപോലുള്ള മറ്റ് BJP ജയിച്ച് പുതിയതായി സർക്കാരുകൾ അധികാരത്തിലെത്തിയിട്ടുള്ള രാജസ്ഥാനിലും ഛത്തീസ്ഗഡിൽ നിന്നുമൊക്കെയുള്ള വാർത്തകളുണ്ട്. അവർ അവിടെ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു നീക്കം അവിടെ നിന്ന് നടത്തുന്നതിൻ്റെ വിവരങ്ങളും നമുക്ക് അതിലേക്കെല്ലാം വരാം. ഒരിടവേളയ്ക്ക് കൂടെ പോയ ശേഷം നമുക്ക് അതിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം മധ്യപ്രദേശിലെ വിവരങ്ങളുമായിട്ട്. തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം അധികാരമേറ്റ് തുടങ്ങിയിരിക്കുന്ന പുതിയ സംസ്ഥാന സർക്കാരുകളുടെ വിശേഷങ്ങളെ കൂടിയാണ്. മധ്യപ്രദേശിൻ്റെ പ്രോടൈം സ്പീക്കറായി ഗോപാൽ ഭാർഗവ ചുമതലയേറ്റിരിക്കുന്നു. അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ്. ഏതായാലും മധ്യപ്രദേശ് പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം ഈ മാസം 18-ന് തുടങ്ങുന്ന ഒരു ഇതുകൂടിയുണ്ട്. ഏതായാലും BJP നേതൃത്വം നരേന്ദ്രസിംഗ് തോമറിനെ തന്നെ സ്പീക്കറായി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രോടൈം സ്പീക്കറായിട്ട് ഇപ്പോൾ അത് ഈ സഭയിലെ മുതിർന്ന അംഗമെന്ന നിലയിൽ ഗോപാൽ ഭാർഗവ അദ്ദേഹം ഏതാണ്ട് 9 തവണ അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള റെഹേലി എന്ന മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ളൊരു MLA ആണ്. സ്വാഭാവികമായും അവിടുത്തെ ഒരു സീനിയർ MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് ആണ് ഇത് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ മധ്യപ്രദേശിൽ അവിടെ ഈ 2024 തെരഞ്ഞെടുപ്പിൻ്റെ തിളക്കം അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അത് സർക്കാരിൻ്റെ തിളക്കത്തെ ആശ്രയിച്ചിരിക്കും എന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായി വരികയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായി വരുന്ന ഈ നമ്മൾ പലപ്പോഴും BJP സർക്കാരുകളെ പലരും വിമർശിച്ചിട്ടുള്ളതാണെങ്കിലും ഈ ബുൾഡോസർ എന്ന ഒരു പ്രയോഗം ഈ അവിടെ ഒരു BJP പ്രവർത്തകൻ്റെ കൈവെട്ടി കേസിലെ പ്രതികൾക്ക് എതിരെ വലിയൊരു ശക്തമായ നടപടി അവിടുത്തെ സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. അവിടുത്തെ കേസിലെ പ്രതികളുടെ വീടുകൾ അത് നിയമവിരുദ്ധമായ നിർമ്മാണമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബുൾഡോസർ ഉപയോഗിച്ച് അത് ഇടിച്ചു നിരത്തുന്ന ഒരു രീതി അത് തുടങ്ങി വെച്ചിരിക്കുന്നു. മന്ത്രിസഭ ചേർന്ന ഉടനെ തന്നെ ആദ്യ ഉത്തരവുകൾ ഇറക്കുന്നത് അടക്കം ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ അതെ, ആദ്യ ദിവസം തന്നെ നടപടികളിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ കുറേ കാലങ്ങളായുള്ള പ്രശ്നം ലൗഡ് സ്പീക്കറുടെ ഉപയോഗം, ആദ്യം ഇറച്ചി വിൽപ്പന നിരോധിച്ചത്, പരസ്യമായുള്ള ഇറച്ചി വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ വന്നു. അപ്പോൾ ഈ 80ഓളം ഇല്ലീഗൽ ആയിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങൾ, അതായത് ഈ ഇറച്ചി വിൽപ്പനയെ സംബന്ധിച്ച് ശരിക്കും വലിയ ശക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ ഇറച്ചി ഇങ്ങനെ രക്തത്തോടു കൂടി പൊതുനിരത്തിൽ പ്രദർശിപ്പിക്കരുത് എന്നൊരു പൊതു നിയമം പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് അങ്ങനെ പരസ്യമായി വെക്കുന്നതിനെതിരെ അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചൊക്കെ വളരെ ശക്തമായ നിയമങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ആദ്യ
ഇത് കൊണ്ടുവന്ന നമ്മുടെ MK ഹരിദാസ് എന്ന പിന്നെ RTI ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം നടത്തിയ ഒരു അന്വേഷണത്തിൽ ആ നിയമത്തിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു. ഈ ഇറച്ചി പരസ്യമായി ഇങ്ങനെ വെക്കുക, അതിൽ നിന്ന് ചോര ഒലിച്ചു പോകുന്ന ദൃശ്യമുണ്ടാക്കുക, അത് കുട്ടികളും അതുവഴി നടന്നു പോകുന്നൊരു കാണും. അതിനൊക്കെ കുറേ കൂടി ഒരു ശാസ്ത്രീയമായ ഒരു വശം വേണം എന്നൊരു നിയമം ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറേ കൂടി കർശനമായി നടപ്പിലാക്കുന്നു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. 80 ഒറ്റ ദിവസം കൊണ്ട് 80 ഇറച്ചി കടകൾ പൂട്ടിക്കുക എന്ന് പറയുന്ന ആ ഒരു ഒരുപക്ഷെ അതിന് വേണമെങ്കിൽ രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കും കേട്ടോ. കാരണം ഇറച്ചി കച്ചവടം നടത്തുന്നത് സ്വാഭാവികമായി അതിന് മറ്റൊരു വശം, അതിൻ്റെ മറ്റൊരു വിമർശനം അത് വരാം. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറുകളുടെ ഉപയോഗവും കൂടി നിയന്ത്രിച്ചിട്ടുണ്ട്. ലൗഡ് സ്പീക്കറുകളുടെ ഉപയോഗം പറയുമ്പോൾ അതായത് എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഉച്ചഭാഷണികൾക്ക് നിയന്ത്രണം ഉണ്ടാകുന്നത് എന്നുള്ളത്, ഈ മതപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് പാട്ടുകൾ പ്ലേ ചെയ്യുന്നത് സംബന്ധിച്ച് ശബ്ദ നിലവാരം പരിശോധിക്കുമെന്നൊക്കെയാണ് കാണുന്നത്. അതായത് എല്ലാ സ്ഥലങ്ങളിലും ആണോ അതോ ചില സ്ഥലങ്ങളിൽ അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ആ കണ്ണിന് അത് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്, ആ ഒരു പെർസ്പെക്റ്റീവ് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. അത് പല ഘട്ടങ്ങളിലായി ഇത് സംബന്ധിച്ചിട്ടുള്ള കോടതി വിധി വന്നിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ 2005 ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം എടുത്തത്. അന്ന് ഈ രാത്രി 10 തൊട്ട് രാവിലെ 6 മണി വരെ ആണ് ഈ മൈക്കുകൾക്ക് നിയന്ത്രണം വേണം എന്നുള്ളത്. പിന്നെ ഒരു പ്രധാന എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്ന കൊല്ലത്തിലെ 15 ദിവസങ്ങളിൽ ഇതിനൊരു ചെറിയ ഇളവ് നൽകാം എന്ന് പിന്നീട് സെപ്റ്റംബർ 2005 കോടതി പിന്നീട് വിധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്ലെങ്കിൽ പൊതു ആവശ്യം എന്തെങ്കിലും ഒരു വളരെ പൊതുവായ ഒരു ആവശ്യമുണ്ട്, ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൽ മലയിടിച്ചിലുണ്ടാകുന്നു, അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പബ്ലിക് എമർജൻസി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അതിനുവേണ്ടി ഈ ഉച്ചഭാഷണികൾ ഉപയോഗിക്കാം എന്നൊക്കെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നടപ്പിലാക്കി ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള അവരുടെ പ്രതികരണങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് വരികയും മാധ്യമപ്രവർത്തകർ അവരോട് ചോദിക്കുകയും എന്താണ് ഇങ്ങനെയുള്ള നടപടികൾക്ക് പുറകിൽ എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ അത് സംബന്ധിച്ചുള്ള ചില വിശദീകരണങ്ങളും അവർ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ പദ്ധതിക്ക് കൂടി അവിടെ ഉജ്ജയിനിൽ തുടക്കമാവുകയാണ്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഭാഗമായി അവിടെ ഈ വികസിത് ഭാരത് സങ്കല്പ് യാത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി അത് ഉജ്ജയിനിലെ ഈ ദുഷേര മൈതാനിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അവിടെ അപ്പോൾ അങ്ങനെ ഒരു 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രക്രിയ തുടങ്ങി അവിടെ നിന്ന് തന്നെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു നിലപാടാണ് പ്രധാനമായും എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ മധ്യപ്രദേശിൽ ഇപ്പം അവിടെ ഈ സ്ഥാനം നൽകുന്നതിലൊക്കെ വലിയ സാമൂഹികമായ പ്രശ്നങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് സാമൂഹ്യ നീതി ഉറപ്പാക്കിക്കൊണ്ടാണ് ചെയ്തത് എന്നത് ഒക്കെ ഒരു വലിയ വിഷയമായി BJP ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ, അതൊക്കെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് OBC-കൾ വിഷയം കാസ്റ്റ് സെൻസസ് ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയ ഒരു സാഹചര്യത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ സാധ്യതകൾ മങ്ങലേൽപ്പിക്കുക എന്ന അർത്ഥത്തോടുകൂടി ആ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിക്കാണ് അവിടെ. ഓക്കെ, മധ്യപ്രദേശിൽ നിന്ന് നമുക്ക് രാജസ്ഥാനിലേക്ക്. ഇനി രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഏതായാലും ഛത്തീസ്ഗഡിനും മധ്യപ്രദേശിനും പിന്നാലെ രാജസ്ഥാനിലും BJPക്ക് പുതുമുഖ മുഖ്യമന്ത്രിയാണ്. ഏതായാലും ആദ്യമായിട്ട് നിയമസഭാംഗമായിട്ടുള്ള ആൾ കൂടിയാണ് ഭജൻലാൽ ശർമ്മ. അദ്ദേഹം RSSന്റെ വലിയ പിന്തുണയുള്ള ഒരു നേതാവാണ്. BJPയിൽ വസുന്ധര രാജ സിന്ധ്യ യുഗത്തിന് ഏതാണ്ട് അന്ത്യം കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ചതുകൊണ്ടുകൂടിയാണ് ആദ്യ തവണ MLA ആയിട്ടുള്ള ഭജൻലാൽ ശർമ്മയെ BJP മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായി പ്രവർത്തിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. സംഗനേർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ഭജൻലാൽ ശർമ്മ അദ്ദേഹത്തെ ഗോ ടു മാൻ എന്നാണ് വിളിക്കുന്നത്. സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് BJP കടക്കുന്നു. ഒരു ആദ്യമായിട്ട് MLA ആയ ഒരാളെ എടുക്കുന്നത്, BJPയുടെ ആ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് പോലും അതുപോലും ഒരു കൃത്യമായ ഒരു ടാക്ടിക്സോട് കൂടിയാണ്. അദ്ദേഹം ആദ്യമായി ജയിക്കുന്നതാണെങ്കിലും കഴിഞ്ഞൊരു 10-34 വർഷമായി അദ്ദേഹം സംഘടനാ പ്രവർത്തന രംഗത്ത് വളരെ ശക്തമായി ഉണ്ട്. മാത്രമല്ല അദ്ദേഹം ദീർഘകാലം ABVP കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഒരു ഗ്രാമമുഖ്യൻ, സർപഞ്ച് എന്ന തലത്തിൽ ഒരു ഗ്രാമമുഖ്യൻ എന്ന നിലയിലാണ് അദ്ദേഹം
പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു തലത്തിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം ABVP-യിലും അതുപോലെ ഭാരതീയ യുവമോർച്ചയിലുമൊക്കെ ദീർഘകാലം പ്രവർത്തിക്കുകയും അങ്ങനെ അന്ന് അദ്ദേഹത്തിൻ്റെ 57ാം ജന്മദിനം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ അദ്ദേഹത്തിന് അനുമോദിക്കുന്ന ചിത്രമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് അത് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 57ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈ ഭജൻലാൽ ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ആ ഒരു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചു എന്നത് തന്നെ BJPക്ക് വരാനിരിക്കുന്ന 2024 തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരുത്തും അതുപോലെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ കരുത്താർജിക്കുക എന്നതാണ് അതിലൊരു പ്രധാന കാര്യം. ഒപ്പം തന്നെ അവിടെ ഈ 3-4 വിഭാഗങ്ങളാണ് പ്രധാനം ആയിട്ടുള്ളത്. ഒന്ന് ഈ പിന്നെ SC വിഭാഗത്തിൽപ്പെട്ട കരുത്ത്, അതുപോലെ തന്നെ ഈ രാജപുത്രന്മാർക്കിടയിലെ അവരുടെ സാന്നിധ്യം, ഇതൊക്കെ അപ്പോൾ അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രേംചന്ദ് ഭൈരവ എന്ന ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഈ പിന്നോക്ക വിഭാഗത്തിൻ്റെ ഒരാളാണ്. ഈ ഭജൻലാൽ ശർമ്മയാകട്ടെ അദ്ദേഹത്തിന് മുന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും വലിയ സ്വാധീനം ഉണ്ട്. അദ്ദേഹം ആ നിലക്ക് അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതേപോലെ അതേസമയം മറ്റ് ദിയാകുമാരി ആകട്ടെ അവർക്ക് ഈ ഉപമുഖ്യമന്ത്രിമാരായിട്ട് ഉള്ള ഒരു സ്വാധീനം ഉണ്ട്. ഈ ദളിത് നേതാക്കളെ നിരവധി പേരെ പിന്തള്ളിയാണ് പ്രേംചന്ദ് ഭൈരവ അവിടെ പിന്നെ ഇത്തരം ഒരു സ്ഥാനാർത്ഥിയായി വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ ഈ മദൻ ദിലാവ അതുപോലെ പിന്നെ അനിത പടേൽ തുടങ്ങിയ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്നെ നേതാക്കൾ അവരെയൊക്കെ ഓവർ റൈഡ് ചെയ്തുകൊണ്ടാണ് ഈ വെച്ചാൽ മുഖ്യമന്ത്രി മാത്രമല്ല ഉപമുഖ്യമന്ത്രിമാരുടെ പ്രഖ്യാപനം പോലും ഒരല്പം ആളുകൾ അപ്രതീക്ഷിതമായിരുന്നു. ഒരുപക്ഷെ ദിയാകുമാരിയെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. അവരൊരു രാജ്യ കുടുംബാംഗം എന്ന നിലയിൽ മാത്രമല്ല അവരൊരു MP എന്ന നിലയിൽ അവരെ പരിഗണിച്ച് ജയിച്ചൊരു സാഹചര്യത്തിൽ നിന്ന് ഞാനപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു രാഷ്ട്രീയം ഈ പുതിയ മുഖ്യമന്ത്രിമാരിലേക്ക് കടക്കുമ്പോൾ പുതിയ MLA-മാരെ പുതിയ മുഖ്യമന്ത്രിമാരായി സജസ്റ്റ് ചെയ്ത ഒരു വിഷയമുള്ളപ്പോൾ ഇതിന് പാളയത്തിൽ പരിപൂർണമായിട്ട് BJP തള്ളിക്കളയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ. അല്ല ഇതിപ്പോൾ സ്വാഭാവികമായും ഒരു പ്രധാനമന്ത്രി എന്ന നരേന്ദ്രമോദിയുടെ ക്ലൗട്ടിലാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന് ആണല്ലോ BJP പൊതുവെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒക്കെ നേതൃത്വം വലിയ തോതിൽ അംഗീകരിക്കുന്ന നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള ഒരു ഇതാണ്. ഇപ്പോൾ വസുന്ധര രാജെ സിന്ധ്യയൊക്കെ കുറേ കൂടി പഴയ തലമുറ BJP-യിൽപ്പെട്ട ആൾ. ഏതായാലും അതിനൊക്കെ മാറ്റുമ്പോൾ ആ വിഭാഗങ്ങളെ ഒട്ടും അവഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ദിയാകുമാരി അവിടെ മത്സരിക്കുമ്പം അവർ രാജ്സമന്ദിലെ പിന്നെ അവിടെ നിന്നുള്ള രാജ്യസഭ അംഗമാണ്. അവർക്ക് MLA സീറ്റ് കൊടുക്കുമ്പം അവിടെ നിലവിൽ ഉണ്ടായിരുന്ന MP-യെ അല്ലെങ്കിൽ MLA പിന്നെ രാജ്വി എന്ന അതായത് നർപ്പത് രാജ്വി എന്ന അവിടെ നിന്ന് സിറ്റിംഗ് MLA അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. അദ്ദേഹം ചിത്രകൂട് എന്ന ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെയാണ് സീറ്റ് കൊടുത്തത്. അപ്പോൾ ചിത്രകൂടിൽ അത് വലിയ ഒരു തർക്കങ്ങൾക്കൊക്കെ വഴിതെളിച്ചു. ചിത്രകൂടിലെ സിറ്റിംഗ് MLA അവിടെ നിന്ന് താൻ മാറാൻ തയ്യാറല്ല എന്ന തരത്തിൽ അവിടെ ചന്ദ്രഭാൻ സിംഗ് അവിടെ തന്നെ മത്സരിക്കുകയൊക്കെ ചെയ്തു. ചന്ദ്രഭാൻ സിംഗ് അവിടെ മത്സരിച്ചപ്പോൾ ചന്ദ്രഭാൻ സിംഗ് സ്വതന്ത്രനായാണ് മത്സരിച്ചത്. അദ്ദേഹം വലിയ ഭൂരിപക്ഷം 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അദ്ദേഹം വിമതനായിരുന്നു. എന്നാൽ BJP-യുടെ ഇവിടെ നിന്ന് പോയ പിന്നെ ദിയാകുമാരിക്ക് വേണ്ടി സീറ്റ് ഒഴിച്ചു നൽകി അങ്ങോട്ടേക്ക് മത്സരിക്കാൻ പോയ നമ്മുടെ പഴയ BJP നേതാവിൻ്റെ മരുമകൻ കൂടിയാണ് അദ്ദേഹം. ബൈരോൺ സിംഗ് ഷെഖാവത്തിൻ്റെ മരുമകൻ കൂടിയാണ് ഈ രാജ്വി. അദ്ദേഹത്തിന് വളരെ ദയനീയമായ ഒരു പരാജയം ചിത്രകൂട് മണ്ഡലത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഏതായാലും അങ്ങനെയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ അവിടെ നിൽക്കുന്നു. എന്നാൽ അതേസമയം തന്നെ അതുപോലെ തന്നെ ഈ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും ദേവ്നാനിയെ തെരഞ്ഞെടുക്കും. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. വളരെ കാലമായി തെരഞ്ഞെടുപ്പിൽ ഉള്ളയാളാണ്. അദ്ദേഹവും ഈ ദീർഘകാലം പിന്നെ 3 പതിറ്റാണ്ടോളം ABVP-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു വിവാദമായ ചില പ്രഖ്യാപനങ്ങൾ ഒക്കെ അവിടെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു മുമ്പ്. പണ്ട് ഈ അക്ബർ ദ ഗ്രേറ്റ് ആണ് എന്ന് പറയുന്നതിന് പകരം റാണ പ്രതാപ് ദ ഗ്രേറ്റ് എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ഏതായാലും അദ്ദേഹം ദീർഘകാലം അവിടെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ
നേതാവായി അവിടെ ചുമതലയേൽക്കുകയൊക്കെ ചെയ്തു. ഈ സിന്ധി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാണ്, ഈ സാമൂഹ്യ നീതി എന്ന കാര്യം എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്പീക്കർ അപ്പോഴും ഈ മധ്യപ്രദേശ് അടക്കം പെട്ടെന്ന് നടപ്പാക്കുന്ന ചില തീരുമാനങ്ങൾ, അത് ഉണ്ടാക്കാനിടയുള്ള ഇമ്പാക്റ്റുകൾ, ഈ പറഞ്ഞ പോലെ അത് ഒരു ചില വിഭാഗങ്ങളെ മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ജനകീയ പദ്ധതികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ചില വിഭാഗങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങളൊക്കെയാണോ എന്നുള്ള ചോദ്യമൊക്കെ വരും. അതിന് മറുപടി ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള രാജേന്ദ്ര ശുക്ല മധ്യപ്രദേശിൽ അതിനുള്ള മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒന്ന് പോയ ശേഷം നമുക്ക് തിരികെ എത്താം. क्योंकि ये तो नियम पहले से ही है, फिर उसको कड़ाई से पालन कराना है, क्योंकि ध्वनि प्रदूषण एक बड़ी समस्या हो जाती है कभी कभी, और खुले में इस प्रकार से मांस और इस प्रकार की चीज़ों से बहुत ही खराब प्रदर्शन होता है. नियम पहले से बने हैं, कड़ाई से लागू हो, इसके लिए निर्देश दिए. മനു നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ ഞാൻ ചെല്ലുകയാണ്. കാരണം പാർലമെന്റ് ആക്രമണം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമുണ്ടാകുന്നു. എല്ലാ പ്രാദേശിക പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർത്തുന്നു, കോൺഗ്രസ് ഉയർത്തുന്നു. ഇനി വരും സമയങ്ങളിൽ വലിയ പ്രധാനപ്പെട്ട ബില്ലുകൾ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ രീതിയിലുള്ള ചർച്ചയിലേക്ക് എല്ലാം കാര്യങ്ങൾ പോകുമ്പോഴും വിജയം ആഘോഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി അതിനെക്കുറിച്ച് ബോധവാന്മാരെയല്ല. വലിയ ഛത്തീസ്ഗഡിൽ അവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് 18 ലക്ഷം പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നു എന്നാണ്. ഈ വീടുകൾ എന്നത് ഒരുപക്ഷെ അവരുടെയൊക്കെ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ കേരളത്തിലൊരു വലിയ വിപ്ലവമായിരുന്നു 1 ലക്ഷം വീട് നിർമ്മിക്കുക എന്നത്. അങ്ങനെ ലക്ഷം വീട് കോളനികൾ ഇന്നും അതിൻ്റെ ഓർമ്മയായി നിലനിൽക്കുന്നുണ്ട്. വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ പ്രശ്നമാണ് ഈ വീട്. അപ്പോൾ അതുപോലൊരു വലിയ പ്രോജക്റ്റ് 18 ലക്ഷം ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് വെച്ച് നൽകാൻ പോകുന്നു എന്ന പ്രഖ്യാപനം വരുന്നു. അതുപോലെ ഇദ്ദേഹം പിന്നെ അവിടുത്തെ ഛത്തീസ്ഗഡിൽ ഈ പാഡി വർക്കേഴ്സ് ഉണ്ട്, അവർക്ക് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള 3100 രൂപ ഒരു ക്വിൻ്റൽ നെല്ലിന് കൊടുക്കും എന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ ഡിസംബർ 25 അടൽ ബിഹാരി വാജ്പേയിയുടെ ജയന്തി വരികയാണ്. ഈ ദിനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, അതായത് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് പുകഞ്ഞു വേണമെങ്കിലും കൊള്ളട്ടെ, അതല്ല പ്രാദേശികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കാൻ ബി.ജെ.പി ഈ ജയിച്ച സംസ്ഥാനങ്ങളിൽ അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കും. കാരണം ഇപ്പോൾ മധ്യപ്രദേശിൽ നമ്മൾ കണ്ടല്ലോ, അവർ പറഞ്ഞ ഈ ബീഡി ഇലകൾക്ക് വില വർദ്ധിപ്പിക്കും. അത് 3000 രൂപയായിരുന്നു ഒരു ചാക്കിന്, അത് 4000 രൂപയാക്കി തൊഴിലാളികൾക്ക് നൽകും എന്ന ഒരു പ്രഖ്യാപനം വന്നു. അത് അടുത്ത ദിവസം തന്നെ നടപ്പിലാക്കി. അപ്പോൾ ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയാണ്, 1000 രൂപയുടെ ഒരു വർധനവാണ് ഈ ബീഡി ഇലകൾ ചാക്കിന് ഉള്ളത്. പക്ഷേ ഇത് ബാധിക്കാൻ പോകുന്നത് 3 ദശലക്ഷം എന്ന് വെച്ചാൽ അതാണ് 35 ലക്ഷം ആളുകളെയാണ്. അതിൽ 40% സ്ത്രീകളാണ്. അപ്പോൾ അത്രയും വലിയ ഒരു ജനവിഭാഗത്തിന് ഏതാണ്ട് ചിലവ് പക്ഷേ 165 കോടി രൂപയുടെ ഒരു അധിക ബാധ്യതയാണ് സർക്കാരിന് വരാൻ പോകുന്നതെങ്കിലും ഈ വില വർധന അത് വലിയ ഗുണം ചെയ്യും എന്നതാണ്. പ്രാദേശികമായിട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ആ രീതിയിൽ വരുമ്പോൾ ബി.ജെ.പിയുടെ ആത്മവിശ്വാസം അതിനകത്ത് വ്യക്തമാണ്. പക്ഷേ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇനിയും വിഷയങ്ങൾ പുറത്തു വരാനുണ്ട്, ചർച്ച ചെയ്യപ്പെടാനുണ്ട്, നടപടികളിലേക്കെല്ലാം. നമ്മൾ ഇത്രയും ബി.ജെ.പി പറയുമ്പോൾ കോൺഗ്രസും അത് ചെയ്യുന്നുണ്ട് കേട്ടോ. തെലങ്കാനയിലും അവിടെ പ്രജാഭവൻ എന്നാക്കി പേര്, തൻ്റെ ഔദ്യോഗിക വസതിയുടെ, നേരത്തെ അത് പ്രകൃതി ഭവൻ എന്നായിരുന്നു, അതിനെ പ്രജാഭവൻ എന്നാക്കി ആളുകൾക്ക് പെട്ടെന്ന് ഈസി ആക്സസ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഈ പ്രജാവാണി എന്ന ആളുകളുടെ 2 ആഴ്ചയിലൊരിക്കൽ അവരെ കാണുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. അതുപോലെ തൻ്റെ വാഹനവ്യൂഹത്തിൻ്റെ എണ്ണം കുറയ്ക്കുന്നു രേവന്ത് റെഡ്ഡി. അങ്ങനെ ഒട്ടനവധി ജനകീയമായ നടപടികൾ കോൺഗ്രസും. അതെ, അത്തരം ചുരുക്കത്തിൽ ഇതാണ് ജനകീയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയരുന്ന വിഷയം പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്നറിയാനുള്ളത്, ചർച്ച ചെയ്യപ്പെടാനുള്ള അവകാശം, ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ്. അതേതായാലും വരും ദിവസങ്ങളിൽ തിങ്കളാഴ്ച വീണ്ടും പാർലമെന്റിന്റെ ഇരുസഭകളും ചേരുമ്പോൾ വീണ്ടും പ്രതിപക്ഷ ബഹളത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത പൂർണ്ണമായിട്ടുമുണ്ട്. അപ്പോൾ അറിയാം മറ്റ് ഡെവലപ്മെന്റുകൾ ഇതിന് തൊട്ടുവരിക. ഇലക്ഷൻ ചാനൽ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും എത്തും. നമസ്കാരം.